നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം ജലം ജീവാമൃതം എന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാലോ, നമ്മുടെ ഭൂമിയിൽ 90% ജലം തന്നെയാണ്. അതിൽ 3% മാത്രമേ ശുദ്ധജലമുള്ളൂ. അപ്പോൾ അതിൽ 1.5% മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 1.5% ഈ അന്റാർട്ടിക്കയിലെ ഐസിൻ്റെ ഇടയ്ക്ക് ഭൂമിയുടെ അടിയിലൊക്കെ ആയിട്ട് കിടക്കുകയാണ്. നമുക്കറിയാലോ, നമ്മൾ ജീവികളെല്ലാം ഈ വെള്ളത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കടലിൽ നിന്ന് ജീവികൾ കരയിലേക്ക് കയറിയിട്ടാണ് ഇങ്ങനെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ 60% ജലം തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ജലത്തിൻ്റെ അത്യാവശ്യം എന്താണെന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് ജലമെല്ലാം വളരെയേറെ മലിനമായി കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് ഈ ഫാക്ടറികൾ തന്നെയാണ്. ഈ ഫാക്ടറികളിൽ നിന്നുമുള്ള മലിനജലം അത് പുഴയിലേക്ക് മറ്റും ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പുഴ ഫുള്ളായി മലിനമായി പോവുകയാണ് ഉണ്ടാവുക. അങ്ങനെ ഇതെല്ലാം ഈ പുഴയിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവികളും എല്ലാം മരണപ്പെടുകയാണ് ഉണ്ടാവുക. നമുക്കറിയാമല്ലോ, ഈ കോഴിക്കോടുള്ള ചാലിയാർ പുഴയ്ക്കൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ചാലിയാർ പുഴയ്ക്ക് മാത്രമല്ല, ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ പുഴയ്ക്കും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് ഒഴുകി വരുന്ന പമ്പയ്ക്കും എല്ലാം ഗംഗയ്ക്കും എല്ലാം ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ ധാരാളം മണൽ ഈ പുഴയിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്നു. പിന്നെ അത് മരണക്കെണികളായും രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ ധാരാളം മരണങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഈ മരങ്ങളൊക്കെ വെട്ടി മുറിക്കുന്നുണ്ട് തന്നെ മണ്ണൊലിപ്പ് കാരണം പുഴയിലേക്ക് വീഴുകയും അങ്ങനെ പുഴ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം ദുരന്തങ്ങൾ ദിവസേന നമ്മുടെ ലോകത്ത് ഇന്ന് ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഫാക്ടറികളിലൊക്കെ ശുദ്ധജലം നല്ലതുപോലെ ആയതുകൊണ്ട് തന്നെ ഈ പുഴയിൽ നിന്നൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ശുദ്ധജലത്തിനും ക്ഷാമം സംഭവിക്കുന്നു. അപ്പോൾ അതിനെതിരെ ധാരാളം സമരങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് പ്ലാച്ചിമട സമരം. അതെന്ന് പറയുമ്പോൾ ഈ ഫാക്ടറികൾ നല്ല രീതിയിൽ ശുദ്ധമായ ജലം ഈ പുഴയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ അത് വേണ്ടവർക്ക് നല്ല ജലം ഇല്ലാത്തവർക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നമുക്കറിയാലോ, ഇന്ന് നമ്മുടെ കേരളത്തിൽ 44 നദികളുണ്ട്. ആ 44 നദികൾ ഏകദേശം എല്ലാ 3/4 നദികളും ഇന്ന് വളരെ രൂക്ഷമായ അവസ്ഥയിലാണ്. കാരണം അതൊക്കെ ഇന്ന് വളരെ മലിനമായി കഴിഞ്ഞിരിക്കുന്നു. ഈ കൃഷിയിടത്തൊക്കെ ധാരാളം കീടനാശിനികളൊക്കെ അടിക്കുന്നതുകൊണ്ട് തന്നെ അതും ഈ പുഴയിലേക്കൊക്കെ ഒഴുകി ചെല്ലുന്നു. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ധാരാളം ശുദ്ധജലം ഉണ്ടായിരുന്നു. ധാരാളം ഗ്രാമപ്രദേശങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ധാരാളം തടാകങ്ങളും തോടുകളും പുഴകളും എല്ലാം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമുക്ക് വേണ്ട പോലെ വെള്ളം കുടിക്കാനും ആവശ്യത്തിന് എടുക്കാനൊക്കെ സാധിക്കുമായിരുന്നു. പണ്ട് നമുക്കറിയാലോ, നമ്മുടെ അമ്മമാരൊക്കെ പുഴയിൽ പോയൊക്കെ ആയിരുന്നു അലക്കിയതും അവിടെ നിന്നായിരുന്നു വെള്ളം കൊണ്ടുവന്നതൊക്കെ. പക്ഷെ ഇന്ന് അങ്ങനെ സാധിക്കില്ലല്ലോ. ഇന്നെന്ന് പറയുമ്പോൾ ധാരാളം വിഷമായി കഴിഞ്ഞിരിക്കുന്നു ഈ തടാകങ്ങളും തോടുകളും പുഴകളും എല്ലാം. അതുകൊണ്ടൊക്കെ തന്നെ അവിടുന്ന് കുറച്ച് വെള്ളം നമ്മൾ കുടിച്ചാൽ തന്നെ നമ്മൾ മരണത്തിലേക്കും അതുപോലെ തന്നെ ധാരാളം മാരകമായ അസുഖങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇതിന് കാരണം ഈ കീടനാശിനികളുടെ ധാരാളമായ ഉപയോഗം കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ കേരളം നല്ലപോലെ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നിരുന്നാൽ കൂടി അത് ശരിയായ രീതിയിൽ ശേഖരിച്ച് വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയാണെന്ന്. മഴയുള്ള സമയത്ത് ധാരാളം മഴ ലഭിക്കുന്നു, നിർത്താതെ മഴ പെയ്യുന്നു. ഒന്ന് വെയിലായ മതി എന്ന് ചിന്തിക്കുന്നു. അത് കഴിഞ്ഞാൽ വെയിൽ വരുന്ന സമയത്ത് ചുട്ടുപൊള്ളുന്ന വെയിൽ എന്ന് വെച്ചാൽ 50 ഡിഗ്രിയൊക്കെ എത്താൻ ചെറിയ താമസം മതി എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞിരിക്കുന്നു. അതായത് ഓരോ വർഷം കഴിയുമ്പോഴും 2-3 ഡിഗ്രി കൂടി വരുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്രമാതീതമായ ചൂട് കൂടുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ മഴക്കാലം വരുമ്പോൾ ഈ ശുദ്ധജലം നമ്മൾ ശേഖരിച്ചു വെക്കുകയാണെങ്കിൽ അത് എത്ര പ്രയോജനകരമായിരിക്കും. അങ്ങനെ ശേഖരിച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ പല പരിപാടികളും
ഇന്ന് നടത്തി വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ സംഭരണികളൊക്കെ നിർമ്മിച്ചു വരുന്നുണ്ട്. അതായത് കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ, ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ പല സ്കൂളുകൾ, പല കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ അങ്ങനെ ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ വേനൽക്കാലത്ത് കുറേ കാലമൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ മഴ മണ്ണിലേക്ക് വീഴുകയാണെങ്കിൽ അത് ഒലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ഒലിച്ചു പോകാതിരിക്കാൻ ഈ മണ്ണിൽ ചെറിയ ചെറിയ കുഴികളൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത് ഈ ജലം മണ്ണിൻ്റെ അടിയിലേക്ക് ഒഴുകിപ്പോകും. അങ്ങനെ അത് പിന്നെ കടലിലേക്ക് എത്തുകയും പിന്നെ നമുക്ക് മഴയെ ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, ധാരാളമായ ഉപയോഗം കാരണം ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകളൊക്കെ കടലിലേക്ക് ഒഴുകി പോവുകയും അത് അവിടെ നിന്ന് ഉരുകി കടലിൽ ലയിച്ചു ചേരുകയും അത് നീരാവിയെ അന്തരീക്ഷത്തിൽ ചെല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിനെ കാണുക ഇപ്പോഴും മഴയിൽ നിന്നും കിട്ടിയിരിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തൽ. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കും എത്ര വില്ലനാവുന്നു എന്ന് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് അല്ല വില്ലൻ, ഇവിടെ മനുഷ്യർ തന്നെയാണ് വില്ലൻ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം പ്ലാസ്റ്റിക് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് എത്ര പ്രയോജനകരമായ സാധനമാണത്. നമുക്ക് എന്തും തൂക്കി നടക്കാനും ബാഗും ചെരുപ്പും എല്ലാം ഉണ്ടാക്കാൻ സാധിക്കുന്നു. പക്ഷെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് അത് നമ്മുടെ ഭൂമിയെ ഇല്ലാണ്ടാക്കുന്ന സാധനമാക്കി മാറ്റുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ അതും ചിന്തിച്ച് വേണം, എന്ന് വെച്ചാൽ ഭാവിയിലേക്ക് അത് പ്രയോജനമാണ് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചും കൂടി വേണം നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ വലിച്ചെറിയാൻ. അപ്പോൾ ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുന്നു. നന്ദി.